KPSCയുടെ നാടകങ്ങളിൽ 1953 നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന നാടകം പുറത്തിറങ്ങുന്നത് അല്ലേ? ആ നാടകത്തിനെതിരായി ജാതി ജന്മി നാടുവാഴിത്തത്തിന്റെ നാട്ടിൽ നിന്ന് ഉണ്ടായ എന്തൊരു വിപ്ലവം പിടിച്ച ആക്രമണങ്ങളാണ്. പക്ഷെ കേരളത്തെ കേരളമാക്കി മാറ്റിയതിൽ അന്ന് മലയാളക്കര അത് കേരളമായി മാറിയില്ലെങ്കിലും കേരളത്തിന്റെ രൂപീകരണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും പുരോഗമന ആശയങ്ങളുടെ സ്വാധീനത്തിന് വേരോട്ടം ഉണ്ടാക്കുന്നതിലും എല്ലാം ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന KPSCയുടെ നാടകം അത് ഈ മലയാള ഭാഷ ഉണ്ടായിരിക്കോളം കാലം അത് ഓർക്കും. 1983 ഭഗവാൻ കാലുമാറുന്നു. അന്ന് കണിയാപുരം ജീവിച്ചിരിപ്പുണ്ട്. അണ്ണൻ എന്നാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള മനുഷ്യനാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ ഓഫീസിൻ്റെ മുകളിൽ താഴെ കമ്മിറ്റിക്ക് എൻ്റെ അച്ഛനെല്ലാം ഇരിക്കുമ്പോൾ മുകളിൽ ടെറസിൽ എന്നെ എടുത്തുകൊണ്ട് നടന്നിരുന്ന മനുഷ്യൻ. KPSCയുടെ ഭഗവാൻ കാലുമാറുന്നു എന്ന നാടകം വാസ്തവത്തിൽ മുന്നോട്ട് വെച്ചത് ഏതെങ്കിലും ഈശ്വരവിശ്വാസിയെ അത്തരത്തിൽ നൊമ്പരപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഈശ്വരവിശ്വാസത്തിനും എതിരായിരുന്നില്ല. ഈശ്വരൻ്റെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും നാട്ടിൽ അത്തരത്തിൽ വേറെ ഛിദ്രവാസനകൾ വളർത്താനും അത്തരത്തിൽ നാട് കൊള്ളയടിക്കാനും ശ്രമിക്കുന്നവർക്കെതിരായിട്ടുള്ള ഒരു വിമർശനം, വെളിപാട്, ഒരു പ്രഖ്യാപനം, വെളിപ്പെടുത്തൽ എല്ലാം അതിലുണ്ടായിരുന്നു. എത്രയോ വേദികളിൽ വാസ്തവത്തിൽ അന്നത്തെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ സംരക്ഷണത്തിലാണ് ഭഗവാൻ കാലുമാറുന്നു എന്ന നാടകം അവതരിപ്പിച്ചത്. തിയേറ്ററുകളെല്ലാം തിങ്ങി നിറഞ്ഞാണ് ഇരുന്നത്. എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്ത് ഇത് അവതരിപ്പിക്കാൻ ആദ്യമായി അത്തരത്തിൽ ബുക്ക് ചെയ്തിരുന്ന സ്ഥലം കാർത്തിക തിരുനാൾ തിയേറ്ററാണ്. കോട്ടയ്ക്കകത്തെ കാർത്തിക തിരുനാൾ തിയേറ്ററാണ്. ഞാനെന്നൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. കാർത്തിക തിരുനാൾ തിയേറ്ററിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവിതാംകൂർ രാജകുടുംബവും അവർക്കൊക്കെ ഉള്ളൊരു സ്വാധീനവും അതെല്ലാം അതിനകത്തുണ്ട്. KPSCയുടെ നാടകം കാർത്തിക തിരുനാൾ തിയേറ്റർ ബുക്ക് ചെയ്തിരുന്നത്, പണമടച്ച് ബുക്ക് ചെയ്തിരുന്നത്, അവിടെ അവതരിപ്പിക്കുന്നത് അതിനുള്ള അനുമതി നിഷേധിച്ചു അവസാന നിമിഷം. അത് പിന്നെ വേറെ പലയിടത്തുമായി നടത്തേണ്ടി വന്നു. ഇത് VS-ന്റെ ചരമദിനമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമോ എന്തോ, പൂണുനൂലിട്ടിരുന്ന ഒരു പഴയ IPS ഉദ്യോഗസ്ഥൻ ജീവിതാവസാനം വരെ അവിവാഹിതനായിരുന്ന കോട്ടയ്ക്കകത്ത് അഗ്രഹാരത്തിൽ തൻ്റെ സഹോദരിയോടൊപ്പം ജീവിച്ചിരുന്ന സുന്ദർരാജൻ എന്നൊരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഭക്തനായിരുന്നു, വിശ്വാസിയായിരുന്നു. നിങ്ങളോടൊപ്പം ഒന്നും ആയിരുന്നില്ല. എൻ്റെ പാർട്ടിയുടെ കൊടി പിടിക്കാനും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക അംഗരക്ഷക ആ വിഭാഗത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന ആളാണ് ശ്രീമതി ഗാന്ധിയുടെ. തൻ്റെ കൺമുന്നിൽ തൻ്റെ ചെവിക്ക് അടക്കം അങ്ങനെ ഇനിയും അടച്ചു പിടിക്കാൻ കഴിയില്ല. അവിടെ നിന്ന് കട്ടുകൊണ്ടുപോകുന്ന സ്വർണ്ണാഭരണങ്ങളുടെ കിലുക്കം എന്ന് വന്നപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോയതിന് സുന്ദർരാജന്റെ വീട്ടുപടിക്കലേക്ക് കാവിക്കൊടിയുമായി മാർച്ച് നടത്തി ആ മനുഷ്യനെ വിളിച്ചതായിട്ടുള്ള പച്ചത്തെറിയുണ്ട്. ഈ സംഭവങ്ങളെ തുടർന്ന് VS പല ആളുകൾക്കും നാവ് ചലിപ്പിക്കാൻ ഭയമായിരുന്നപ്പോൾ VS പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ പലതും തുറക്കാനിടയായത്? എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ അതിൻ്റെ കണക്കെടുപ്പ് നടത്തിയത്? ഞാനൊരു തമാശയായി പറഞ്ഞു, പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുമ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തുറക്കാത്ത നിലവറ പോലെ അല്ലല്ലോ എന്ന്. അയോധ്യ, കേദാർനാഥ്, ബദ്രീനാഥ്, ബംഗ്ലാമുഖി, വൈഷ്ണവദേവി, അങ്ങനെ നീളുകയാണ്. നമ്മുടെ മുന്നിൽ ഇതെല്ലാം രാഷ്ട്രം കൊള്ളയടിക്കപ്പെടുമ്പോൾ വിശ്വാസവും കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ളത് വെളിവാക്കി തരികയാണ്. When the whole nation is for sale, even the belief is for sale. Anything is for sale. സായിപ്പ് പറയുന്നൊരു കാര്യമുണ്ട്, പണത്തിന് ആരെയും നിശബ്ദരാക്കാൻ കഴിയും. നമ്മുടെ രാഷ്ട്രം അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ പ്രക്ഷോഭം അടക്കം രാജ്യതലസ്ഥാനത്ത് നടക്കുന്നു. തങ്ങളുടെ ഭാവിയെല്ലാം കണ്ടുകൊണ്ട് എല്ലാം മാറ്റിവെച്ച് അത്തരത്തിൽ പഠിക്കുന്ന മിടുക്കരായ കുട്ടികൾ, അവരുടെ മിടുക്കിനൊന്നും ഒരു പ്രയോജനവുമില്ല എന്നുള്ള നിലയിലേക്ക് നാണയത്തുട്ടുകളുടെ കിലുക്കത്തിൽ പലതും അത്തരത്തിൽ ചോദ്യ പേപ്പറുകൾ നേരത്തെ നൽകുന്നു, ആളുമാറി പരീക്ഷ എഴുതിച്ചു കൊടുക്കുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് അത്തരത്തിൽ കൃത്രിമമായി നൽകുന്നു, പരീക്ഷ നടത്താനായി സ്വകാര്യ ഏജൻസി ഏൽപ്പിക്കുന്നു, ലാഭം മാത്രമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്നുള്ള നിലയിലേക്ക് വരുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ പ്രവൃത്തികൾ അത്തരത്തിൽ ഈ ശിലാന്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ തിരഞ്ഞെടുത്തതായ ഒരു സ്ഥലം തെക്ക് ശാന്തമായി ഒഴുകുന്ന നെയ്യാറിൻ്റെ തീരത്ത് അരുവിപ്പുറം. ആ അരുവിപ്പുറത്തു നിന്ന് തുടങ്ങാനായി കൊടിയും അത്തരത്തിൽ ഈ കല്ലും ഒക്കെയായി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ
ഇതുപോലെ ഈ റോസ് കളറിലുള്ള വസ്ത്രം ധരിച്ചിരുന്ന അകാലത്തിൽ സമാധിയായി പോയ ബ്രഹ്മശ്രീ ശാശ്വതീകാനന്ദ സ്വാമികളും. ശാശ്വതീകാനന്ദ സ്വാമികൾ ക്ഷുഭിതനായി പലരും കണ്ടൊരു ദിവസം അന്നാണ്. കയറരുതിവിടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് ശാശ്വതീകാനന്ദ സ്വാമികൾ അവരുടെ മുന്നിലേക്ക് നിൽക്കുന്ന ഒരു കാഴ്ച പലരും. അന്ന് ഇന്നത്തേതുപോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അരുവിപ്പുറത്ത് ഇവിടെ ഈ അന്ധകാര നിബിഡമായിരുന്ന ഒരു സമൂഹത്തിൽ അത്തരത്തിൽ അവിടെ ഒരു വെള്ളിടി പോലെ ശ്രീനാരായണ ഗുരു ഒരു പ്രതിഷ്ഠ നടത്തി. നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്ന്. അല്ല, അവിടെ നിന്നൊരു ഇടിമുഴക്കമാണ്. എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അതേ സ്ഥലത്ത് നിന്ന് പിന്നീട് വർഷങ്ങൾക്കുള്ളിൽ ബാബറി മസ്ജിദ് തകർക്കാൻ, അവിടെ തന്നെ അത്തരത്തിലൊരു ക്ഷേത്രം പണിയാൻ, അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് ആളുകളെ രംഗത്തിറക്കാൻ, രാഷ്ട്രീയാധികാരം അങ്ങനെ നേടാൻ, കോടിക്കണക്കിന് രൂപ തങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് കണ്ടുകൊണ്ട് ഒക്കെ ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ രാമായണ മാസം എന്ന് പറയുന്ന കർക്കിടക മാസത്തിലാണ് അല്ലേ? എന്നു മുതലാണ് ഇത് രാമായണ മാസമായത്? വ്യാപകമായി രാമായണ മാസാരംഭം എന്നുള്ള ആചരണം എന്നുള്ള നിലയിലേക്ക് വന്നത് ഒരു വിശാല ഹിന്ദു സമ്മേളനം മലബാറിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയതിന് ശേഷമാണ്. എങ്ങനെ ഹൗ ടു റീച്ച് ദ അൺറീച്ച്ഡ്, വീടുകളിലെ പൂജാമുറികളിലേക്ക്, പ്രാർത്ഥനാ ഗീതങ്ങളിലേക്ക്, അവർ ചമ്രം പടഞ്ഞിരിക്കുന്ന ശാന്തമായിരിക്കുന്ന ഒരു മുറിയിലേക്ക്, അടുക്കളകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് എങ്ങനെ രാഷ്ട്രീയം ഇത് കടത്തിവിടാം എന്നത്. അത്തരത്തിൽ ഞാനിപ്പോൾ ഈ ഒരു വർത്തമാനത്തിൽ ഇത് പറഞ്ഞുവെങ്കിലും ചില പത്രങ്ങളിൽ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ചങ്ങാതിമാർ ചിലർ എന്നോട് നൽകാറുള്ള ഒരു ഉപദേശം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ലേഖനത്തിൽ കഴിയുന്നതും പുരോഗമന സ്വഭാവം, വർഗീയത എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളൊന്ന് ഒഴിവാക്കിക്കൂടെ? വർഗീയത എന്ന ഒരു പദം ഒഴിവാക്കണം എന്ന് പ്രധാനപ്പെട്ട ചില ദിനപത്രങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിലെ ഏതാണ്ട് എൻ്റെ പ്രായമൊക്കെ വരുന്ന ചങ്ങാതിമാർ എന്നോട് അഭ്യർത്ഥനാ രൂപത്തിൽ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, വർഗീയത എന്ന പദം നമ്മൾ ഉച്ചരിക്കരുത്, പ്രസംഗിക്കരുത്, വാചകമായി എഴുതരുത്, കവിതയിൽ കുരിപ്പുഴയും എഴുതരുത്. അത്തരത്തിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു, എന്നാൽ മനസ്സിലാകാം, ചിന്തയിലാകാം, പ്രവൃത്തിയിലാകാം, ഏത് ക്രൂരകൃത്യവും അത് ന്യായീകരിക്കുകയും ആവാം. അങ്ങനെ ഒരു കാലത്ത് വളരെ ക്ലേശകരമായിട്ടുള്ള ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ള ബോധ്യം വേണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ആ ക്ലേശങ്ങളെ, വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. ഹക്സ്ലി പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ആൻഡ് ഇൻകൺവീനിയൻസ് റൈറ്റ്ലി കൺസിഡേർഡ് ഇസ് ആൻ അഡ്വഞ്ചർ. അല്ലല്ലോ അൽസലാമേ? an adventure wrongly considered is an inconvenience.